നമ്മൾ കളി പുറത്തു നിന്ന് കാണും. വണ്ടിയുടെ വാ. മറ്റൊന്ന് സ്വജനപക്ഷപാതം, കുടുംബാധിപത്യം, സ്വജനപക്ഷപാതം ഇത് കൊണ്ടുവരിക. അതും എന്തിനാ? അതിന്റെ പിന്നിലും അഴിമതിയാണ്. പക്ഷേ കളക്ടർ സാറിന് മുഷിവ് തോന്നരുത്, അത് നടക്കില്ല. കണിമംഗലത്തേക്ക് തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കണ്ടെന്ന് തന്നെയാ തീരുമാനം. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. എന്റെ കുടുംബത്തിനാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അത് കേവലം ഈ രാജ്യത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്കറിയാലോ, ഇവിടെ എനിക്ക് ജനാധിപത്യ വിപ്ലവത്തിന് എന്റെ ഭാര്യ MLA ആയാലേ സാധിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. ആ തീരുമാനമാണ് തമ്പുരാൻ പുനഃപരിശോധിക്കേണ്ടത്. അതിനേക്കാൾ യോഗ്യരായിട്ടുള്ള എത്രയോ ആളുകളുണ്ടല്ലോ. അതിപ്പോ എന്റെ മാത്രം അഭിപ്രായമല്ല, ഒരു ട്രസ്റ്റാ ഈ കണ്ട സ്വത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ഉടമസ്ഥത കൈയാളുന്നത്. സ്ത്രീ ആയിരിക്കണം. എന്നാ പിന്നെ എന്തുകൊണ്ട് സുകന്യ ആയിക്കൂടാ? ട്രസ്റ്റിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായെടുത്ത തീരുമാന ഞങ്ങളെ നിരാശരാക്കി മടക്കി അയക്കും. ഇതൊക്കെ ചെയ്യാലോ. പക്ഷേ ടീച്ചർ അവിടെ നാട് കടത്തുകയും എന്റെ ഭാര്യ എന്നെ ഇവിടെ നിൽക്കണമെന്ന് പറയുകയും ചെയ്യുന്ന നീതി എന്താണെന്നാണ് എന്റെ ചോദ്യം. ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആരൊക്കെയാ അതിലെ അംഗങ്ങള്? ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല.